അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ. എന്താ നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമായിരുന്നു? നിനക്ക് അവളെ കെട്ടണം? ആക്ച്വലി ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്. ഐ മീൻ ഒരു വൺ വേ ലവ് ആയിരുന്നു. ആണോ? രണ്ടാമത് ശ്രീധരൻ വാങ്ങി ഞാൻ കിട്ടുമോ? നടന്നു തന്നെ. നിനക്ക് ശ്രീധരൻ അങ്ങോട്ട് നീ കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് ഓഫർ ചെയ്ത 10 ലക്ഷം രൂപ. എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഇവൻ കെട്ടാന്ന് പറഞ്ഞു, ഇവൻ ഐസായിട്ട് സ്കിപ്പ് ആയത്. പുലിവാൽ കല്യാണം സിനിമ കണ്ടോ? പുലിവാൽ കല്യാണം. അതില് കാവ്യമാധവൻ കുറച്ച് പൈസ ബാഗിലായിക്കൊണ്ടുപോകും, ലാലു തട്ടിക്കൊണ്ടുപോകും. അപ്പൊ അതേപോലെ തന്നെ ഇവള് 10 ലക്ഷം എനിക്ക് ഓഫർ ചെയ്ത കാർ മേടിക്കാനായിട്ട്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. കാർ ഓടിക്കാൻ അറിയാമോ? കാർ ഓടിക്കാൻ അറിയാമോ? ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്. ഞാനാരാ മുതലി? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വേറെ സംഭവം നടന്നു. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ ഇവന്റെ അമ്മേനെ റിയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കല്യാണം സമ്മതിക്കത്തില്ലെന്ന്. നീ ക്ഷമി, ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടിയും ഇരിക്കും. അത് നിന്റെ ഭാഗത്തെ പ്രശ്നമാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പറയാം, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ രണ്ടാമത് അവളെ നിന്ന് പൈസ മേടിച്ച് നീ അവളോട് പോയി വീണ്ടും കെട്ടാന്ന് പറഞ്ഞു. അതാണ് ഇതിനൊക്കെ പ്രശ്നം. നിനക്ക് പെണ്ണ് കെട്ടാൻ വരത്തില്ല, അവള് വിവാദമായിട്ട് വരും. ജൂനിയർ പെരേരയും കൊണ്ട് അവള് വരും ഒക്കത്ത് വെച്ചോണ്ട്. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? അനാവശ്യമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊന്നും ന്യൂസുകാരും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ? നല്ല തണുപ്പാണല്ല. ഒരു നടനെ പറ്റിയും ഒരു റിവ്യൂവറിനെ പറ്റി ഇടുന്ന ന്യൂസ് നോക്കി കണ്ടൊക്കെ ഇട്ടില്ലെങ്കിൽ ന്യൂസ് ചാനൽ കയറി അടിക്കുക. ആരടിക്കും? ഞാൻ അടിക്കും. പിന്നെ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും.